ശരി വലിച്ച. എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിക്കണം. വിളിക്കാം വലിച്ച. ആ വലിച്ച, ഈ കാര്യം ഓർത്ത് അമ്മയോട് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയണം. ആ ശരി മോളെ. ശരി വലിച്ച. എന്താ? ആ നമ്മൾ സംസാരിച്ച പോലെ തന്നെ അവിടുത്തെ കാര്യങ്ങൾ. മിക്കവാറും പോലീസ് കേസാവാനുള്ള എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ഒരുത്തം കയറി വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാൽ എന്താ നിസ്സാര കാര്യമാണോ? ഇത് അവനെ മാനസ വിളിച്ചു വരുത്തിയതാവും പാപ്പേട്ട. എന്നിട്ട് അവള് നാടകം കളിക്കുന്നതാവും. ഇതിപ്പോ പോലീസ് കേസ് ആയി കഴിഞ്ഞാൽ ഭാവനയ്ക്കും സൂര്യക്കും ഒക്കെ പ്രശ്നമല്ലേ ഏട്ടാ? അതും ശരിയാ പാപ്പേട്ട. അല്ലാതെ അവനെ ഓടിക്കാൻ എന്താ ഒരു വഴി? എന്തിനാ തന്നെ വല്യച്ഛൻ വിളിച്ചത്? സുനിലിന്റെ കാര്യം പറഞ്ഞിട്ടാണോ? അതെ സൂര്യ, വല്യച്ഛന്റെ അഭിപ്രായം സുനിൽ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം കാണൂന്ന. ഒടുവിൽ നമ്മളെല്ലാം വിട്ടികളാക്കിക്കൊണ്ട് മാനസ സുനിലിനൊപ്പം പോകുന്ന വല്യച്ഛനും പറയുന്നത്. അങ്ങനെ സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഭാവന. ഇവിടെ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെ കാര്യങ്ങളുടെ പോക്ക്. അതെ സൂര്യ, നമ്മളിത് വലിയ ഇഷ്യൂ ആക്കിയ ആ സുനിൽ ചിലപ്പോൾ നിയമത്തിന്റെ വഴി തേടും. പിന്നെ മാധ്യമങ്ങളാവും നമ്മുടെ കുടുംബക്കാര്യം ചർച്ച ചെയ്യുക. ആ റാസ്കലിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് വിചാരിച്ചതാ. അച്ഛൻ പിടിച്ചു മാറ്റിയതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടത്. സൂര്യ, അവൻ വന്നതൊന്ന് കാണണമായിരുന്നു. കാഷായ വേഷമിട്ട് മറ്റുള്ളവരെ വിഡ്ഢികളാക്കാൻ വേണ്ടി. ഭാവന, ഇനി നമ്മൾ അല്പം ബുദ്ധിയോടെ നീങ്ങിയില്ലെങ്കിൽ സംഗതി നമ്മുടെ കൈവിട്ടു പോകും. അമ്മയുടെ ഭാഗത്തു നിന്നും